കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോതനല്ലൂർ സ്വദേശിയായ യുവാവ് തന്റെ സഹോദരിയെ ഫോണിൽ ബന്ധപ്പെടുന്നത്. എന്നാൽ എത്ര തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇതോടെ സംശയം തോന്നിയ യുവാവ് വൈകുന്നേരത്തോടെ അയർക്കുന്നം മറ്റപ്പള്ളിയിലുള്ള തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. അവിടെ എത്തിയ അയാൾ കാണുന്നത് വാതിലുകൾ പൂട്ടിക്കിടക്കുന്ന നിലയിലാണ്. നിരവധി തവണ പുറത്തുനിന്നും വിളിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സംശയം ശക്തമായതോടെ സമീപവാസികളെയും കൂട്ടി വീടിന്റെ പിൻവാതിൽ ബലമായി ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. മറ്റപ്പള്ളി ചിറപ്പുറത്ത് ജോബി, ഭാര്യ ജോസ്ന, ഇവരുടെ മകളായ 16 വയസ്സുകാരി മരിയ തെരേസ, ഇളയ മകൻ എന്നിവർ അവശനിലയിൽ വീണുകിടക്കുന്ന നിലയിലായിരുന്നു. ഇവരുടെ സമീപത്തായി ഒരു കളനാശിനിയുടെ കുപ്പിയും കണ്ടെത്തി. ഉടൻ തന്നെ 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെ 5:30ഓടെയാണ് മൂത്ത മകൾ മരിയ മരണത്തിന് കീഴടങ്ങുന്നത്. മരിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആശുപത്രിയിൽ പൂർത്തിയായി അധികം വൈകാതെ തന്നെ അമ്മ ജോസ്നയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരേ ദിവസം തന്നെ അമ്മയുടെയും മകളുടെയും ജീവൻ പൊലിഞ്ഞത് നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ജോബിയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇളയ മകനും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഒരു കുടുംബത്തെ ഒന്നടങ്കം ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് നയിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതകളും മറ്റു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാനസിക വിഷമങ്ങളുമാണ് ഇവരെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്.